കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ പൊതുവെ ലൈക്ക് എന്താ പ്രിഫർ ചെയ്യാ? നല്ല നാടൻ സദ്യയാണോ പ്രിഫർ ചെയ്യാ, അതോ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയാണോ, അതോ ബീഫാണോ, ഇല്ലില്ല ഞാൻ ബിരിയാണിയാണോ? നാടൻ ചാരായം. അല്ല ഞാൻ അവളെ കണ്ടപ്പോ അറിയാണ്ട് പറഞ്ഞു പോയതാ. ഞാൻ നാടൻ സദ്യ പ്രിഫർ ചെയ്യുന്ന ആളാണ്. പൊതുവെ വെജിറ്റേറിയൻ ആണോ? അല്ല, പ്യുവർ നോൺ വെജ് ആണ്. പക്ഷെ കല്യാണത്തിന് പോയാൽ കൂടുതൽ ഇഷ്ടം സദ്യ കഴിക്കാൻ. വീട്ടില് മൊത്തം വെജിറ്റേറിയനും പുറത്തു പോയാൽ നോണും. അങ്ങനെയൊന്നുമില്ല, ആരും പറഞ്ഞു വീട്ടിൽ വെജാണ്. കൈന്നിട്ട് പറഞ്ഞു നോക്കിയതാ. അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഇന്നലെ ചീറ്റണത് അനുഭവിക്കണല്ലോ. പറയാത്ത കാര്യം പെട്ടെന്ന് അവൻ എന്തോ ചീറ്റണ സാധനമായിട്ട്. അതല്ല ഇതിന്റെ മേളിൽ ചീറ്റാൻ നിനക്ക് കഴിയില്ല. അത് നീ മനസ്സിലാക്കണം. ഇന്ന് നല്ല പ്രിപ്പറേഷൻ ആണല്ലോ വന്നേക്കണം. ഗസ്റ്റിനെ കാണിക്കാൻ വയറങ്ങ് വലിച്ചു കെട്ടി വെച്ചേക്കും. ഇനി ഞങ്ങൾ സത്യം തുറന്നു പറയാം. പറയട്ടെ, ഇത് ആരൊക്കെ എന്തൊക്കെയാന്ന് വല്ലതും അറിയോ? ഇല്ല അല്ലെ? ഇതാണ് ഒന്ന് മാറും ഞെട്ടണം. ഓക്കെ, ഇതാണ് ജമ്മത്ത് കിട്ടാൻ പോണില്ല. ഇതാണ് കാര്യസ്ഥനിലെ ഞങ്ങളുടെ ദിലീപേട്ടൻ. റോസി ആന്റി, ഇത് കർണാടക മുഖ്യമന്ത്രി അല്ലാന്ന് ആരും പറയുമല്ല. അതായത് ഞാൻ കട്ടതെന്തും ഈ ചേക്കൂട്ടി. അല്ല, അതാണെങ്കിലും നമുക്ക് പറയാലോ, സ്വന്തം ആളാണല്ലോ. അതെ 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 അതെ. പിന്നെ ഈ ഫ്ലോറില് ദിലീപേട്ടന്റെ കട്ട ഫിഗറിയ ജാൻ മാത്രല്ലേ. ഇനി വേറൊരാളെ പരിചയപ്പെടുക. ചെന്നൈ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് കാമരാജൻ. സോറി. ഇല്ല ഞാൻ ദിലീപ് എന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കും. അത്ര കിട്ടും. അവനറിയാം, അവന് വിവരമുണ്ട്. ഇത് സമയം നോക്കാൻ വേണ്ടി വന്ന ഇളയ അനിയൻ. ജസ്റ്റ് ഒന്ന് നോക്കിയാ ഫിഗർ പിടിക്കാതിരിക്കുന്നുണ്ട്. പേരിലാണ് ഒന്ന് പിടിച്ചു നോക്കട്ടെ. എടാ നീ ശംഭുവിന്റെ കവറിന്റെ മോഡലായിട്ട് ശംഭുവിന്റെ കവറിന്റെ മോഡൽ അല്ലടാ നീ. അല്ല, നിന്റെ പോക്കറ്റിൽ എടുത്ത് കാണിച്ചു വിടും, എന്നാലേ എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. അനുസരിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ക്ലൂ തരിക. ഇതും ഒരു മാച്ചും ഇല്ല, എന്നാലും കെട്ടേണ്ടി വന്നു. എന്തിനെന്ന് ചോദിച്ചാൽ ഈ പരിപാടി ജീവിച്ചു പോട്ടെ, കുഞ്ഞുങ്ങളെ വളർത്തട്ടെ. എന്നൊന്ന് പുള്ളിയെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞോളൂ. അതെ, ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായില്ലെന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? ഏകദേശം കിട്ടി കാണും. എന്നെ കളിയാക്കാൻ വേണ്ടി ഈ മുദ്ര കിട്ടി. പക്ഷെ ഈ ലുക്ക് അതായത് ഞാൻ പറയാം, ക്രോണിക് ബാച്ചിലറിലെ മമ്മൂട്ടി കല്യാണ വീട്ടിൽ അതല്ല, മൃഗേല മമ്മൂട്ടി ക്രോണിക് ബാച്ചിലെ ഡ്രസ് ഇട്ട് കല്യാണത്തിന് പോകും. ആലോചിക്കുമ്പോ നമുക്ക് ഇല്ല, ഈ ഇത് കാണിച്ചപ്പോ ഇത് മനസ്സിലായി. പക്ഷെ ഇത് ക്രോണിക് ഇത് വെച്ചേക്കുന്നത്. അത് മനസ്സിലാവാനല്ല ഞാൻ ഇത് വെച്ചേക്കണേന്ന്. ഇല്ലല്ല, ഇത് ആർക്കും മനസ്സിലാവരുത്. ഞാൻ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ച് നിക്കണെന്ന് പറഞ്ഞാൽ ആകെപ്പാട് ദിലീപ് കൂടെ ഉണ്ടല്ലോ എന്നൊരു ആശ്വാസത്തിലാണ് പരിഹസിക്കരുത്. ശരി, ദിലീപേട്ടനിൽ നിന്ന് തട്ടി മമ്മൂക്കയിലേക്ക് പോയി നേരെ നമ്മള് ഒന്ന് ഇങ്ങോട്ട് വരുമോ? തോറ്റുപോയ കേട്ടോ, എനിക്ക് സ്ക്രിപ്റ്റും ഒരു ക്ലൂവും തന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തേനെ. എനിക്ക് മനസ്സിലാവണില്ല. എന്തേലും മുദ്ര കാണിച്ചോളൂ. ഇവനെ പോലും അറിഞ്ഞൂടാ. തരിവുണ്ടോ? മാധവൻ കട്ടതൊന്നും ചേക്കൂട്ട് പോയിട്ടില്ല. രണ്ടും മാധവനാണോ? അപ്പൊ ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. അത് വെറുതെ അല്ലല്ല, ഇത് കാര്യസ്ഥനിലെ ദിലീപേട്ടൻ, അത് മീശമാധവനിലെ മാധവൻ. രണ്ട് ദിലീപും കൂടെ കൂട്ടിമുട്ടി തീ പിടിക്കരുത് ഇവിടെ. പണ്ടല്ല നിന്റെ തോളത്തിരുത്തിക്കൊണ്ടുപോയ രുക്മിണിക്ക് ഈ ബാധവന് ഓർമ്മയില്ല? ഇല്ല, സത്യമായിട്ട് ഓർമ്മയില്ലായിരുന്നു. ഇനിയൊന്നും പറയുന്നില്ല. ലക്ഷ്മി, ഇനി ക്രോണിക് ബാച്ചിലർ മമ്മൂട്ടി. ശശാങ്കന്റെ മുഖം കണ്ടാ അറിയാം. ദൈവമേ, ഇന്ന് മറന്നായിരുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി അവിടെ നിൽക്കുന്നു. ഞാൻ ഈ കല്യാണത്തിന് വന്ന ഒരാളാണ്, എന്നെ വിളിച്ചില്ല. പക്ഷെ ഞാൻ വിളിക്കാത്ത കല്യാണത്തിന് വരില്ല. ഇവരാണ് ഇതിന്റെ ബ്രോക്കർ. എന്തെങ്കിലും മുദ്രയുണ്ടോ? ഏതിന്റെ ബ്രോക്കർ? ഞാൻ മമ്മൂട്ടിയുടെ മാനേജർ. അല്ലല്ല, ഇത് ശരിക്കും ഒരാളാ. അല്ല, ശരിക്കും ഒരാളാണ്. ഉള്ളിന്റെ ഉള്ളിൽ വേറെ ആളെടുക്കാൻ ശ്രമിക്കും. ഒന്നുമില്ല, ഞാൻ വെറുതെ നിന്ന് കാണിക്കുള്ളൂ. എന്തിനാ എന്നെ നോക്കണം? നന്നായിട്ട് കാണിക്കണം. ഞാൻ ഫിഗർ പിടിച്ചാൽ സൈഡിൽ മാറി. പിടി അങ്കിൾ ബൺ.
ഇങ്ങനെ കളിയാക്കല്ലേ ദിലീപ് എല്ലാരും. കൊച്ചു ഖലീഫ പോണോ ഇത്? എടാ, അതല്ലടാ ഇവിടെ ഇരിക്കണ ഞാൻ പറയാം. ഇവിടെ ഇരിക്കണ ഹാൻസ് താഴത്തേക്ക് എടുക്കാം. ഇനി ഞാൻ ഒരു ക്ലൂ വരാം. പ്രണവ് മോഹൻലാലിന്റെ അച്ഛൻ. അടുത്ത് ചോദിക്കാൻ വന്ന നോട്ടം ചരിവില്ലല്ലോ. എവിടെ ചരിവ്? ഇല്ലില്ല, ഫിഗറിനോട് നീതി പാലിക്കണം. ആ പിന്നെ